ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇന്നിവിടെ ഒരു മുരിങ്ങാക്കോൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചൗവരി ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇത് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുരിങ്ങാക്കോലാണ്. മുരിങ്ങാക്കോൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. മുരിങ്ങാക്കോൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച്, ഉപ്പൊന്നും ഇടേണ്ട കാര്യമില്ല, വെറുതെ വെള്ളത്തിൽ വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചിരണ്ടി എടുക്കാം. മുരിങ്ങാക്കോൽ പായസം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ്. നമ്മുടെ അടപ്രഥമൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന പായസമാണ്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത്രയും ടേസ്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാനിൽ നെയ്യ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലഷ് അതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിത് വിളയിച്ചതിന് ശേഷമാണ് പായസം ആക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഇനി ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചുക്കും ഏലക്കായയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. ഇതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ചൗവരി കൂടെ ഇട്ട് കൊടുക്കാം. ചൗവരി വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇളക്കി കൊടുക്കുക. ഒരു 15 മിനിറ്റ് ഇതുപോലെ ഇളക്കണം. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോൽ പായസം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.